പശ്ചിമേഷ്യൻ യുദ്ധം ഏതാണ്ട് 13 ദിവസം പിന്നിടുന്നു. ആ സമയത്തേക്ക് ഇറാന്റെ പ്രത്യാക്രമണവും ഇസ്രയേലിന്റെ ആക്രമണവും വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇസ്രയേലിലെ നഗരങ്ങൾക്ക് നേൽ ഇറാൻ ആക്രമണം നടത്തി ഒരുപാട് കെട്ടിടങ്ങൾ നിന്ന് കത്തുന്നു. 30ഓളം പേർക്ക് പരിക്ക് പറ്റി എന്നാണ് കേൾക്കുന്നത്. ഇസ്രയേൽ തിരിച്ച് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന് നേരെ ആക്രമണം നടത്തുന്നു. അവിടെ ആക്രമണം നടത്തി, ഇസ്ഫഹാനിൽ ആക്രമണം നടത്തി, കോമിൽ, അതുപോലെ കാഷാൻ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ആക്രമണം നടത്തുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. കാരണം ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി പറഞ്ഞു, ഞങ്ങൾക്ക് നഷ്ടപരിഹാരമൊക്കെ തന്ന് വേണമെങ്കിൽ യുദ്ധം നമുക്ക് നിർത്താം, അതല്ലെങ്കിൽ ഞങ്ങൾ കനത്ത ആക്രമണം നടത്തും. ഈ കനത്ത ആക്രമണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്ന ഡേർട്ടി ബോംബുകൾ പോലും ഇറാൻ ഉപയോഗിച്ചേക്കാം എന്നുള്ള സംശയം വരുന്നുണ്ട്. ഇവിടെ ഇസ്രയേലും അമേരിക്കയും കൂടെ ആക്രമണം നടത്തുന്നതിനെ ഇപ്പോൾ ട്രംപ് വിശേഷിപ്പിക്കുന്നത് ബിഗ് വേവ് എന്ന, അതായത് പുതിയ തരംഗം, കൂടുതൽ ശക്തമായ ആക്രമണം നടത്തുമെന്നാണ്. അപ്പോൾ ഈ ആക്രമണം പ്രത്യാക്രമണം ഉണ്ടാകുമ്പോഴും അമേരിക്കയ്ക്ക് മുൻതൂക്കമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ആണവ ആയുധം നിർമ്മിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സാധാരണ സ്ഫോടകവസ്തുക്കൾ ഉപയോഗിച്ച് ഡൈനാമിറ്റ് ഒക്കെ നിർമ്മിക്കുന്നതിനകത്തോട്ടേക്ക് ഇനി വേണമെങ്കിൽ കുറച്ച് ആണവ റിയാക്ടറുകളുടെ അല്ലെങ്കിൽ ആണവ വസ്തുക്കളുടെ സഹായം കൂടി ഉപയോഗിക്കാം. അങ്ങനെ ഡേർട്ടി ബോംബ് ഉണ്ടാക്കാം. ഈ ഡേർട്ടി ബോംബ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വലിയ വായുമലിനീകരണം, ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുമെന്നില്ല, പക്ഷേ ജനങ്ങൾക്ക് ഒരുപാട് ദുരിതം സംഭവിക്കും. ഇപ്പം തന്നെ ഈ GCC രാജ്യങ്ങൾ, അവിടുത്തെ പല എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അവിടെ ഭയങ്കരമായിട്ട് എണ്ണ നിന്ന് കത്തുക, വായുമലിനീകരണം കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇറാൻ്റെ പുതിയ നേതാവായിട്ടുള്ള മൊജ്തബ ഖമനേയി പറയുകയാണ്, GCC രാജ്യങ്ങൾ അമേരിക്കയ്ക്കുള്ള സൈനിക താവളങ്ങൾ ഒഴിഞ്ഞിട്ട് അവർ എത്രയും പെട്ടെന്ന് തിരിച്ചു പോയിക്കോണം, അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമണം കടുപ്പിക്കും. അപ്പോൾ എന്തൊക്കെയോ മുന്നിൽ കണ്ടുകൊണ്ട് ഇറാൻ നീങ്ങുന്നു, അങ്ങനെയല്ലേ മനസ്സിലാക്കുക? അപ്പം ഈ ഇതിനകത്ത് സിനു പറഞ്ഞാൽ ഈ ഇറാൻ രണ്ടും ഘട്ട രീതിയിലേക്കുള്ളൊരു നീക്കമാണ് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന, പുതിയ പിൻഗാമി അല്ലെങ്കിൽ ഖമേനിയുടെ പുതിയ ഇറാൻ്റെ പരമാധികാരി പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാചകം വന്നിട്ടില്ല. കാരണം അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ്, ഇസ്രയേൽ അദ്ദേഹത്തെ ബോംബ് ചെയ്തു, കോമായിലാണെന്നൊക്കെയുള്ള വാർത്ത വരുന്നുണ്ട്. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള വാർത്ത വ്യക്തത വരുത്തി പറയണമെങ്കിൽ ഇറാൻ്റെ അകത്ത് എന്ന് പറയണം. ഇറാനകത്ത് വാർത്ത അവർ വളരെ ഫിൽട്ടർ ചെയ്താണല്ലോ കൊടുക്കുന്നത്. അവർ വെളിയിൽ കൊടുക്കുന്ന വാർത്തകളല്ലേ ഉള്ളൂ. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലെന്നുള്ള, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രസ്താവന ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ള പ്രസ്താവനയ്ക്ക് ശേഷം ഇപ്പം വടക്കൻ ഇസ്രായേലിലൊക്കെ വളരെ വലിയ വലിപ്പത്തിൽ ഇസ്രായേലിനകത്ത് ആക്രമണം നടന്നിരിക്കുകയാണ്. ഇസ്രായേലിനകത്ത് ഒരു 30 പേര് മരിക്കുകയും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒക്കെ ഇല്ലാതാകുകയും അത്തരത്തിൽ നാശനഷ്ടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആക്രമണത്തിൻ്റെ വലിപ്പം നോക്കണം. കാരണം വലിയ പ്രതിരോധ സംവിധാനം, വലിയ രീതിയിലുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്നതിനകത്ത് വലിയ പാടുള്ളതുമായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ ആക്രമണം. ഈ ആക്രമണത്തിൻ്റെ പിറകിൽ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇറാൻ്റെ ടെഹ്റാനകത്തും മറ്റ് മേഖലയിലും സമസ്ത മേഖലയിലും ഈ പറയുന്ന സംയുക്ത ആക്രമണം കൃത്യമായിട്ട് നടക്കുമ്പോൾ, 3000 സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചുകൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ, പ്രധാനപ്പെട്ട നഗരങ്ങൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ, എണ്ണക്കാടങ്ങൾ കത്തിച്ചിട്ട് എണ്ണ ഒഴുകി നടന്ന് കത്തുമ്പോൾ, ആ രീതിയിലേക്കൊക്കെ പോകുമ്പോഴും തിരിച്ചടിക്കുമെന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. ഒന്ന്, ഇപ്പൊ തിരിച്ചടിച്ചേക്കുന്ന വടക്കൻ ഇസ്രായേൽ തിരിച്ചടിക്കുന്ന ആരെന്നറിയാം? ലെബനിൽ നിന്ന് പ്രോക്സികളാണ്, ഹിസ്ബുള്ള. അതാണ് പ്രശ്നം. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും അപകടകരമായ വേർഷൻ അവിടാണ്. ഒന്ന് പ്രോക്സികൾ, അത് ഹമാസിനെ തീർത്തെന്ന് പറയുമ്പോഴും അവിടെ ഇവിടെ എല്ലാം അവരും ആക്രമിക്കുന്നു. ഹിസ്ബുള്ളെ തീർത്തെന്ന് പറയുമ്പോൾ അവരുടെ ശക്തി. പിന്നെ ഹൂത്തികൾ, കാരണം ഈ ഹൂത്തികളാണ് ചെങ്കടൽ ഉൾപ്പെടെ ഉള്ളിടത്ത് ഈ പറഞ്ഞ US ബന്ധപ്പെട്ടു, ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടു കപ്പലുകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ പറയുന്നില്ലേ, നമ്മൾ ഉദാഹരണം പറയുന്നില്ലേ, പാകിസ്ഥാന്റെ യുദ്ധത്തിനകത്ത് ഈ നമ്മുടെ മറ്റേ ഈ രാജ്യമായിട്ട് അഫ്ഗാനിസ്ഥാൻ യുദ്ധം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ അടിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അഫ്ഗാനിസ്ഥാനെ അടിക്കുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഭീകര ഗ്രൂപ്പുകളും അല്ലെങ്കിൽ അവിടെ ഭാഗമായിരിക്കുന്നവരും അടിക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ ഇറാനെ ആക്രമിക്കുമ്പോൾ നമ്മൾ ഇറാനെ ആക്രമിക്കുന്നതിനകത്ത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വിജയം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ 4 വഴിക്ക് നോക്കിയാണ് നിൽക്കേണ്ടത്. പ്രോക്സികൾ എല്ലായിടവും ഉണ്ട്, ലോകത്തുടനീളം അവരുടെ പ്രോക്സികളുണ്ട്, രാജ്യത്ത് പലയിടത്തും പല രൂപത്തിലുള്ള പ്രോക്സികളുണ്ട്. അപ്പോൾ ഏതെല്ലാം രീതിയിൽ ആക്രമണം ഉണ്ടാകുമെന്ന് പറയാനൊക്കത്തില്ലല്ലോ. അപ്പം മനസ്സിലായി. ഇതുപോലെ തന്നെ വേറെ കാര്യം, അവർ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്ന ഹോർമുസ് കടലിടുക്കല്ലേ. ഇന്നലെ തന്നെ 5 കപ്പലുകൾ കത്തിച്ചു. ഇന്നിപ്പം നമ്മുടെ കപ്പലുകൾ അവർ വിട്ടു. ഇന്ന് പിന്നെ ഒരു ഇളവ് അവരുടെ പറയുന്നതെന്ന് പറഞ്ഞാൽ US അവരോട് ബന്ധമില്ലാത്ത കപ്പലുകൾ വിട്ടോന്നാണ് പറയുന്നത്. അതായത്
ഇന്ത്യൻ കപ്പലുകൾക്കൊപ്പം വിടാൻ പറ്റുമായിരിക്കും. റഷ്യയുടെ വിടും, ചൈനയുടെ വിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നിനകത്ത്, അപ്പോൾ ജിയോ പൊളിറ്റിക്സിനകത്തും വളരെ കൃത്യമായിട്ട് അവരൊരു പ്ലാനിങ്ങിലൂടെ മുമ്പോട്ട് പോകുന്നു. യുദ്ധത്തിനകത്ത് ഞാൻ പറയുമ്പോൾ ഇതെല്ലാം വരും. കാരണം ഈ റഷ്യ, ചൈന, ഏറ്റവും നമ്മൾ എങ്ങും തൊടാൻ നിൽക്കുന്നെങ്കിൽ ഇന്ത്യ, ഈ ലോകത്ത് ഈ പറയുന്ന രാജ്യങ്ങളുടെ കൂടുള്ള പ്രബലമായിട്ടുള്ള ചൈന, റഷ്യ അവരുടെ കൂടാണ്. ഇന്ത്യ ഉപദ്രവിക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് അവരെ സഹായിച്ചില്ലെങ്കിലും നമ്മൾ അവരുടെ ഭാഗമല്ലാതെ നിൽക്കുന്ന ഒരു നിലപാടില്ലല്ലോ. അപ്പം അവര് കൃത്യം ആ പൊളിറ്റിക്സിലൊക്കെ പോകുന്നു. അപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, അമേരിക്കയ്ക്കിടെ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറാനെ അത്ര എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്നില്ല, ഒരവസ്ഥ ഇല്ലെന്നാണ് ട്രംപിന് കിട്ടിയേക്കുന്നത്. ട്രംപിൽ നമ്മൾ പറഞ്ഞാൽ പുലിയുടെ വാലയെ പിടിച്ചവന്റെ ഒരുത്തന്റെ അവസ്ഥയാ. വിട്ടാ പുലി കടിക്കും, വിട്ടില്ലേ വീട്ടിൽ പാനൊക്കൂ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ഇപ്പൊ ട്രംപ് വിചാരിച്ചാലും നിർത്താൻ പറ്റത്തില്ല. ഇസ്രായേൽ അങ്ങനെ നിർത്തത്തില്ല, പകുതി കൊണ്ടുവച്ച് നിർത്താൻ പറ്റുന്ന രീതിയിൽ. കാരണം ഇനി ഇപ്പം നോവിച്ചതെന്ന് പറഞ്ഞാൽ വല്ലാത്ത നോവല. 13 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ തീരുമാനിച്ചതാണ് ഡേർട്ടി ബോംബിലേക്ക് പോയെന്നാ പറയുന്നത്. US-ന്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ മൊസാദിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയ ദൂരം അനുസരിച്ച് അവരുടെ ഡേർട്ടി ബോംബ് ഉണ്ട്, അവർ പ്രയോഗിക്കും എന്നുള്ള രീതിയിലൊക്കെ പോകുന്നത്. അപ്പൊ 13 ദിവസത്തെ അറ്റാക്കാണ് ഇതിന് കാരണം. കാരണം അവര് അതുപോലെ മുറിവേറ്റു. ഇപ്പോഴത്തെ ഈ അറ്റാക്കിനകത്ത് പകുതിക്ക് വെച്ച് കളഞ്ഞിട്ട് പോയാൽ ഈ മുറിവേറ്റ ഇറാൻ നാളെ കാലത്ത് ഏതവസ്ഥയിലേക്ക് വരും? അണുവായുധമായിട്ട് വരും. ഇപ്പൊ തന്നെ വന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 72 മണിക്കൂറുകൾക്കുണ്ട്. ഇവിടെ നമ്മുടെ റിപ്പോർട്ടല്ല, അമേരിക്കയുടെ റിപ്പോർട്ടാ, മൊസാദിന്റെ റിപ്പോർട്ടാ, അല്ലെങ്കിൽ അവിടുന്ന് അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാ ആയിട്ടുള്ള ട്രംപിന്റെ നേരത്തെ ഉപദേഷ്ടാ ആയിട്ടുള്ള ആളാണ് പറഞ്ഞിരിക്കുന്നത്. 72 മണിക്കൂർ മതി. ഈ പറഞ്ഞ കിങ് ജോങ് ഉൻ അയാൾ പറഞ്ഞിട്ടുണ്ട് ഇറാനെ സഹായിക്കും, വേണമെങ്കിൽ ആണവായുധം കൊടുക്കും. 72 മണിക്കൂർ റഷ്യയിൽ കൂടെ പറന്നാൽ വിമാനം ഇവിടെ ഇറങ്ങാൻ പറ്റും. അതിനകത്ത് ഇത് അവസാനമാണ് ഇത് ഘടിപ്പിച്ച് അന്നേരം തന്നെ തൊടുക്കണം, അല്ല ഉണ്ടാക്കി വെച്ചേക്കാൻ പറ്റില്ല, ആൾക്കാർ അറിയാം. അതൊക്കെ അതിൻ്റെ ത്രെഡ്. അത് ഉണ്ടാക്കാനുള്ള സംവിധാനമായിട്ട് വിമാനം ഇവിടെ വന്നാൽ മതി. ആ രീതിയിലേക്കൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ ഒരു വാർത്ത വന്നുകൊണ്ടിരുന്നു, ശരിയല്ല, അതിന് വ്യക്തതയില്ല, എന്നാലും സംശയിക്കണം. ഇവിടുത്തെ സമ്പുഷ്ടീകരിച്ച യുറേനിയം വളരെ കൃത്യമായിട്ട് കിങ് ജോങ് ഉന്നിന്റെ കയ്യിൽ പോകുന്നു, അല്ലെങ്കിൽ അയാളുടെ സഹായത്തോടു കൂടി ടെക്നോളജിയോട് കൂടി ഈ ആണവായുധം നിർമ്മിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചോ എന്ന് പോലും വ്യക്തതയില്ല. 60% അപ്പുറത്ത് സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരുടെ കയ്യിലുണ്ടെന്ന് മൊസാദിന് വിവരം കിട്ടിയിട്ടുണ്ട്. അത് അതിനപ്പുറത്തേക്ക് സമ്പുഷ്ടീകരിക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ എന്നറിയത്തില്ല. പോകാൻ 10 ദിവസം മാത്രം മതി. ഇവിടെ ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി നടത്തിയ ഒരു പരിശോധന, അന്ന് അവർ തിരിച്ചറിഞ്ഞു ഈ 60% സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഉണ്ട്. പക്ഷേ 60%-ൽ നിന്ന് 90%-ലേക്ക് എത്തിയാൽ ഇവർക്ക് ആണവായുധം ഉണ്ടാക്കാം. ഇവർ പണ്ടൊരു ഉടമ്പടിയിൽ ഒപ്പിട്ടു, ഞങ്ങൾ ആണവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കില്ല എന്നാണ്. ഈ കരാർ നിൽക്കുമ്പോൾ തന്നെയാണ് ഇറാൻ ഈ കള്ളക്കളി നടത്തുന്നത്. അപ്പോൾ നേരത്തെ 12 ദിവസം ഒരു യുദ്ധം നടന്നു ജൂണിൽ. അന്ന് അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് ശക്തമായ വ്യോമാക്രമണം നടത്തി. അപ്പം ഈ ഫൊർദാൻ അല്ലെ നദാൻസ് തുടങ്ങിയ ഇവരുടെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ട്രംപിന് മിണ്ടാട്ടമില്ല. കാരണം അന്ന് ആക്രമണം നടത്തിയത് അവർ ഈ ആണവ പരീക്ഷണം നടത്തിയ സ്ഥലത്തല്ല, അവരിത് മാറ്റി. ഇപ്പം ഈ പറയുന്ന കിങ് ജോങ് ഉൻ അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുവാണ്. അമേരിക്ക അവരോട് പറഞ്ഞു, ഈ നിങ്ങൾ അണുവായുധം ഉണ്ടാക്കരുത്, പോയി പണി നോക്കാന്ന് പറഞ്ഞ് ഇറാൻ അവർ പോയി അണുവായുധം ഉണ്ടാക്കി. എന്നിട്ട് ഈ കിങ് ജോങ് ഉന്നിൻ്റെ അടുത്ത് ലോകത്ത് ഒരു രാജ്യത്തും ഒന്നും പറയാൻ പറ്റത്തില്ല. അയാൾക്ക് തോന്നുന്നു അയാളൊക്കെ ചെയ്യുക, സ്വന്തം അമ്മാവനെയും അച്ഛനെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന ആളാണ്. അങ്ങനെയുള്ള കിങ് ജോങ് ഉന്നിന് ഇറാൻ ഒരു സഹായവുമായിട്ട് വന്നാൽ അമേരിക്കയ്ക്ക് അത് വലിയ ഭയപ്പെടുന്ന കാര്യം. മാത്രമല്ല, ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു പക്ഷേ ഇറാൻ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഉത്തര കൊറിയയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ഈ സാധനം നിർമ്മിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഡേർട്ടി ബോംബ് ഇപ്പോൾ ആദ്യം ഉപയോഗിക്കുമെന്ന് പറയുന്നു. ഡേർട്ടി ബോംബ് ഉപയോഗിച്ചാൽ തന്നെ അവിടെ വലിയ പരിസരം ഇതുവരെ ഡേർട്ടി ബോംബ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എത്ര മനുഷ്യർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, ആ കാലാവസ്ഥ, ആ പ്രകൃതി, ഇതൊക്കെ മല്ലമാക്കപ്പെടുക. അതിൻ്റെ കൂടെ ഈ ഉത്തര കൊറിയയിൽ ഈ ആയുധം കൂടെ കൊണ്ടുവന്ന ഒരു ആക്രമണം നടത്തിയാലോ? അപ്പോൾ ഇറാൻ്റെ കയ്യിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ചില മിസൈലുകൾ, ചില ബോംബുകൾ, ചില ആയുധങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അബ്ബാസ് അരഗാച്ചി അവരുടെ വിദേശകാര്യ മന്ത്രി തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന ഞങ്ങളുടെ ഈ മൊജ്തബ ഖമനൈ ഉണ്ടല്ലോ, ഖമനയുടെ വാക്കുകൾ അക്ഷരം പ്രതി പാലിക്കാനായിട്ട് ഞങ്ങളുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ഇപ്പോഴും അമേരിക്ക ഉദ്ദേശിക്കുന്ന ഒരു റെജീം ചേഞ്ച് ഉണ്ടാകുന്നില്ല. മൊജ്തബ ഖമനൈ തന്നെ അധികാരത്തിലേക്ക് വരുന്നു. കൂടുതൽ കർക്കശമായ മതനിയമങ്ങൾ. ആ മതനിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ലക്ഷ്യം എന്താ? ലോകത്ത് ഒരു ജൂതനെ പോലും ഉണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സത്യത്തിൽ ഇപ്പോൾ അമേരിക്ക യുദ്ധം ചെയ്യുന്ന ജൂതന് വേണ്ടി കൂടിയാണ്. അതായത്
അതായത് നെതന്യാഹുവിൻ്റെ രാജ്യം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അമേരിക്ക ഇറങ്ങുന്നു. ഇറാനിൽ 1300ഓളം പേര് കൊല്ലപ്പെട്ടു, അമേരിക്കയുടെ 6 സൈനികർ കൊല്ലപ്പെട്ടു, ഏതാണ്ട് 120ഓളം പേർക്ക് പരിക്കേറ്റു. ഇനിയും ആളുകൾക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ അമേരിക്കൻ ജനത ഡൊണാൾഡ് ട്രംപിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അതുകൊണ്ട് ട്രംപിൻ്റെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് ഈ യുദ്ധം തീർക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ബിഗ് വേവുമായിട്ട് വരുന്നു. അതായത് അടുത്ത ശക്തമായ തരംഗം, ശക്തമായ ആക്രമണം അങ്ങനെ വന്നാൽ ഇറാൻ തടുക്കാൻ പറ്റുമോ? ഇറാൻ തടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വരുന്ന വാർത്തയ്ക്കകത്ത് ഈ പുതിയ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഖമേനിയുടെ പുതിയ പിൻഗാമി എന്ന് പറയുന്ന ആളുടെ പ്രസ്താവനയ്ക്ക് ശേഷം ശക്തമായ ഓപ്പറേഷനാണ് നടക്കുന്നത്. അതെ, ഇന്ത്യ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പ്രധാനമന്ത്രി പോലും ഇറാഖിലേക്ക് വിളിച്ചു, പ്രധാനമന്ത്രിയായിരിക്കത്തില്ല, നമ്മുടെ വിദേശകാര്യമന്ത്രിയായിരിക്കും വിളിച്ചിരിക്കുന്നത്. ഇന്ത്യ ആശങ്ക അറിയിക്കണമെങ്കിൽ അതിനകത്ത് നമ്മുടേതായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട്, രഹസ്യാന്വേഷണ റിപ്പോർട്ടും ഒക്കെ ഇവരാരും വിചാരിക്കും നമ്മുടെ നാട്ടുകാരെ സംഭവിക്കുന്നില്ലെങ്കിൽ അതും മോശമല്ലല്ലോ. അപ്പൊ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ് അതിന്റെ ഒരു കാര്യം. കാരണം ഇപ്പം അവസാന ഘട്ടത്തിലേക്ക് പോയി. ഇപ്പം ട്രംപ് പറയുന്നു ഹൈ വേവ് ലെന്ത് എന്ന് പറയുന്നു. ഹൈ വേവ് ലെന്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ തീർത്തോണം. കാരണം അവർ പലതും പ്ലാൻ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഡർട്ടി ബോംബ്, അല്ലെങ്കിൽ അവസാന നിമിഷം നിവൃത്തിയില്ലാത്ത കിം ജോങ് ജിന്റെ ആണവായുധം, ആ രീതിയിലേക്ക് ആലോചിക്കുന്നതിന് മുമ്പ് അതിനെ നമ്മൾ പാകിസ്ഥാന് ചെയ്ത പോലെ ആലോചിക്കുന്നതിന് മുമ്പേ നമ്മൾ കിരാന ഹിൽസിന്റെ വാതിക്കെ കൊണ്ട് ബ്രഹ്മോസ് അടിച്ചു. അത് അടിക്കാൻ സാധ്യതയുള്ള വ്യോമത്താവളം അടിച്ചു ചേർത്തു, അല്ലെങ്കിൽ അടിച്ചു ചേർത്തു. അതേ രീതിയിലേക്ക് ആലോചിച്ച് ചെയ്യേണ്ട സമയമില്ല, ഒന്നിനും ആലോചിക്കാൻ സമയമില്ല. കാരണം ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോവുകയാണ്. കാരണം ഇറാന്റെ റെജീം ചേഞ്ച് ആണ്. ഇപ്പം ഈ പറഞ്ഞ രണ്ടാമത്തെ പിൻഗാമിയായിട്ട് തെരഞ്ഞെടുത്ത ഖമേനി ഉൾപ്പെടെയുള്ള തീർന്നിരിക്കുക. അയാളുടെ പേരിലാണല്ലോ പ്രസ്താവന വരുന്നത്. നമ്മൾ ഇപ്പം അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ശരിയാണെങ്കിൽ അയാളുടെ പേരിലാണ് വരുന്നത്. അപ്പോൾ IRGS എന്ന് പറഞ്ഞാൽ റെജീം ചേഞ്ച് വന്നാൽ ആ പറയുന്ന IRGS അവിടെ ഭരിക്കുന്ന യഥാർത്ഥത്തിൽ അവരുടെ കയ്യിലാണ്, അവർക്ക് ആനുകൂല്യമാണ്. അവരാണ് ഇറാഖിലെ ഭരണാധികാരികൾക്കപ്പുറം ഇറാഖിലെ സുഖങ്ങളും സന്തോഷങ്ങളും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും എല്ലാം ശരിക്കും പറ്റി ജീവിക്കുന്നവർ. ജനങ്ങൾക്ക് പോലും അത്രയും താല്പര്യമില്ല. ഈ IRGSനാണ് മൊത്തം വലിച്ചു വാരി കൊടുക്കുക. കാരണം ഈ ഖമേനി ഭരണകൂടത്തിന്റെ കൂടെ നിൽക്കുന്നതിന് വേണ്ടി, എന്ത് താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾ തന്നെ കൊല്ലണമെങ്കിൽ കൊല്ലണം, തല്ലണമെങ്കിൽ തല്ലണം, ബലാത്സംഗമെങ്കിൽ ബലാത്സംഗം. അപ്പം അവർക്കിത് മാറിയാൽ, ഈ റെജീം ചേഞ്ച് മാറിയാൽ ആ സിസ്റ്റമല്ലേ മാറുമോ? ആ പട്ടാളക്കാർ അവന്മാരനുവദിക്കത്തില്ല. അവന്മാരതുകൊണ്ട് ജീവൻ മരണ പോരാട്ടോ, ഒന്നെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ നിലനിർത്തുക. അപ്പോൾ ഇത് ആ പോക്കനുസരിച്ച് നിസ്സാരമായ പോക്കല്ല. ഇന്നലെ തന്നെ ഹോർമുസ് കടലിടുക്കിലെങ്കിൽ 5ഓളം കപ്പലുകൾ ആക്രമിച്ചു. ജപ്പാന്റെ ആക്രമിച്ചു, വേറെ ചില കപ്പലുകൾ, അത് 5 അതായത് US-ആയിട്ട് ബന്ധമുള്ള ഈ GCC രാജ്യങ്ങളുമായിട്ട് ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുന്നു. അത് US-ന്റെ തീരത്ത് ആക്രമിക്കുന്നു. അപ്പം മൊത്തത്തിൽ പ്രശ്നമാണ്. ആ പ്രശ്നം എങ്ങനെയും ഇറാന്റെ യുദ്ധം ലോകം ഇടപെട്ട് നിർത്തണം, ലോകത്തെ മൊത്തം പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ. അതാണ് ഹോർമുസ് കടലിടുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. എല്ലാ രീതിയിലും ഡർട്ടി ബോംബായാലും അണുവായുധമായാലും ഏത് രീതിയിലൊക്കെ വരും എന്നുള്ള കാര്യം പറയാനൊക്കെ. ഇറാൻ നിസ്സാരക്കാരനല്ല. ഇറാന്റെ പിറകിൽ ഇപ്പം നിൽക്കുന്നത് ഡേഞ്ചർ സോണിലുള്ള ആൾക്കാരാണ്. അതായത് ഈ നമ്മുടെ കിം ജോങ് ഉന്നെ പോലുള്ള ആൾക്കാരാണ്. ഇതിനകത്ത് റഷ്യയുള്ളൂ കുറച്ചെങ്കിലും മാന്യമായിട്ട് ചിന്തിക്കുന്നത്. ചൈനയും വികസിത രാജ്യമായിട്ട്, മറ്റവനൊക്കെ എന്താ വികസിത, അവൻ്റെ ഒരു 13 വയസ്സുള്ള കൊച്ചും അവൻ്റെ ലോകവും. അപ്പം അവൻ സൈക്കോയും കൂടാ. അവനിപ്പോൾ വിചാരിക്കുന്നത് ഇവിടുത്തെ ഇറാനെ കൊന്നു കഴിഞ്ഞാൽ, അയാളെ കൊന്നു കഴിഞ്ഞാൽ എന്നെ അടുത്ത കൊല്ലാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ടീമോട് വന്നു കഴിഞ്ഞാൽ ഇറാൻ എന്തും ചെയ്യും. കാരണം അവർക്ക് സംബന്ധിച്ച് അവർക്ക് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. അവരുടെ സമ്പദ് വ്യവസ്ഥ മൊത്തം തകർത്തു. ട്രംപിന് അവിടെ വല്ലാത്ത ആശങ്ക. അതുകൊണ്ട് ഒരു ആണവായുധം എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഇതിനകത്ത് ഇടപെട്ടുന്നത് വളരെ ഗൗരവം. കാരണം എന്താ പറയുക, ഈ ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകളൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇറാൻ ഇന്ത്യൻ കപ്പലുകളെ പോകാൻ അനുവദിച്ചു. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയും തമ്മിൽ ചർച്ച നടത്തിയപ്പോൾ ഇന്ത്യൻ കപ്പലാണ് പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇത് പോകുമ്പോൾ തായ്ലാൻഡിൻ്റെ പതാകയും വെച്ചിട്ടാണ് ഈ കപ്പൽ വരുന്നത്. ആ കപ്പലിലുള്ള എണ്ണയാണ് ഇന്ത്യയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ കപ്പലുകളെ പോകാനും മാത്രമുള്ള അനുവദിച്ചു. ഇന്ത്യക്ക് അവിടുത്തെ രഹസ്യമായ വിവരങ്ങൾ കിട്ടുന്നു. ഇന്ത്യൻ ഇൻ്റലിജൻസും ഇറാൻ്റെ ഭരണകൂടവും തമ്മിൽ നല്ല ബന്ധം പുലർത്തുന്നു. ഇന്ത്യ അതേ ബന്ധം ഇസ്രയേലുമായിട്ടും പുലർത്തുന്നു. ഒരു പക്ഷേ ഇന്ത്യക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഒരു പ്രധാന റോൾ വഹിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ടല്ലോ. അതെ, പ്രധാന റോൾ വഹിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ US-ൽ നിന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ ആദ്യത്തെ അംബാസഡർ സംസാരിച്ച കണ്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആർക്ക് വേണ്ടി ഇടപെടും? ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടുക. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു വല്ലാത്ത പ്രതിസന്ധി. നമുക്ക് ഈ യുദ്ധം നീണ്ടുപോയാൽ നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി ഉൾപ്പെടെ ബാധിക്കും, ലോകത്തെ ബാധിക്കുന്നത് പോലെ തന്നെ.
അപ്പം നമ്മൾ ഈ ഇസ്രയേൽ പറയുന്നു, നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള കടന്നുകയറ്റം വരുമ്പോൾ നമ്മൾ അതേ രീതിയിൽ പ്രതികരിക്കും. ഇസ്രയേലിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയം നമ്മൾ എത്ര പറയുമ്പോൾ ഇവന്മാർ വട്ടന്മാരാ. ഇവൻ്റെ ആകെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ജൂതനെ മൊത്തം കൊന്നിട്ട് വേറെ സ്വർഗത്തിൽ പോയി ജീവിക്കുക എന്നുള്ള മാനസികാവസ്ഥ നിൽക്കുമല്ലേ. മതരാജ്യമല്ലേ, ബാക്കിയുള്ള GCC രാജ്യങ്ങൾക്ക് ഇല്ലാത്ത മാനസികാവസ്ഥയാ. ഈവൻ അത് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഇറാനാണ്. ബാക്കി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ തുർക്കിക്കും മറ്റവർക്കും മറിച്ചവർക്കും ഒക്കെ. അപ്പൊ അതൊരു പ്രശ്നമല്ലേ. അപ്പൊ എങ്ങനെ ഇടപെടാൻ കഴിയുന്ന ഒറ്റ രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.